ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പറയാനുള്ളത് ഞാനങ്ങോട്ട് പറഞ്ഞു, ചെയ്യാനുള്ളത് ഞാനങ്ങോട്ട് ചെയ്തു, കഴിക്കാനുള്ളത് ഞാനങ്ങോട്ട് കഴിച്ചു. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് പറയാം? വളരെ സിമ്പിളാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ്, ചെയ്യാനുള്ളത് ഞാനങ്ങ് ചെയ്തു. ചെയ്യാനുള്ളത് എന്താണോ അത് ഞാനങ്ങോട്ട് ചെയ്ത് തീർത്തു. എങ്ങനെ പറയാം? ഐ ഡിഡ് വാട്ട് ഐ ഹാവ് ടു ഡു. I did what I have to do. I did, ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഡു, ചെയ്യുക. ഡു എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം, ചെയ്തു എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് പാസ്റ്റ് ഫോം എന്താണ്? ഡിഡ് എന്നാണ് അല്ലേ? ഐ ഡിഡ്, ഞാൻ ചെയ്തു. എന്ത്? ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. ചെയ്യാനുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ടു ഡു, എനിക്ക് ചെയ്യാനുള്ളത് എന്നാണ് അർത്ഥം കേട്ടോ. ഐ ഹാവ് ടു ഡു, എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് എന്താണോ അത് ഞാൻ അങ്ങോട്ട് ചെയ്തു. ഐ ഡിഡ് വാട്ട് ഐ ഹാവ് ടു ഡു. വാട്ട് എന്ത്? ഐ ഹാവ് ടു ഡു, എനിക്ക് ചെയ്യാനുള്ളത് എന്താണോ അത് ഞാൻ അങ്ങോട്ട് ചെയ്തു. ഐ ഡിഡ്. നെക്സ്റ്റ്, പറയാനുള്ളത് ഞാനങ്ങോട്ട് പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല, എനിക്ക് പറയാനുള്ളത് ഞാനങ്ങോട്ട് പറഞ്ഞു. നമ്മൾ പറയാറുണ്ടല്ലേ? എങ്ങനെ പറയാം? അപ്പോൾ പറയാനുള്ളത് എന്നർത്ഥം കിട്ടാൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? വാട്ട് ഐ ഹാവ് ടു സേ. വാട്ട് എന്ത്? ഐ ഹാവ് ടു സേ, പറയാനുള്ളത് എന്താണോ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ പറയാം? ഞാൻ പറഞ്ഞു എന്നുള്ളതിന് എങ്ങനെയാണ്? ഐ സെഡ് പാസ്റ്റ് ഫോമിലാണ് പറയേണ്ടത് കേട്ടോ. ഐ സെഡ്, ഞാൻ പറഞ്ഞു. എന്ത്? വാട്ട് ഐ ഹാവ് ടു സേ, എനിക്ക് എന്താണോ പറയാനുള്ളത് അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഐ ഹാവ് ടു സേ വെർബിനെ ഫസ്റ്റ് ഫോമിലാണ് കേട്ടോ. സേ, പറയുക. ഐ സെഡ് വാട്ട് ഐ ഹാവ് ടു സേ, എനിക്ക് എന്താണോ പറയാനുള്ളത് ഞാൻ അതങ്ങോട്ട് പറഞ്ഞു. ഐ സ്റ്റഡീഡ് വാട്ട് ഐ ഹാവ് ടു സ്റ്റഡി. ഐ സ്റ്റഡീഡ് വാട്ട് ഐ ഹാവ് ടു സ്റ്റഡി, എനിക്ക് പഠിക്കാനുള്ളത് എന്താണോ അത് ഞാൻ പഠിച്ചു അല്ലേ? അത് ഞാൻ പഠിച്ചു. വാട്ട് ഐ ഹാവ് ടു സ്റ്റഡി, എനിക്ക് എന്താണോ പഠിക്കാനുള്ളത് അത്. ഓക്കെ, ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചു കഴിഞ്ഞു. വാട്ട് ഐ ഹാവ് ടു സ്റ്റഡി. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ പറയാം കേട്ടോ. ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചു കഴിഞ്ഞു. വാട്ട് ഐ വാണ്ടഡ് ടു സ്റ്റഡി, അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. വാട്ട് ഐ വാണ്ടഡ് ടു സ്റ്റഡി. ഇവിടെ ഹാവ് ടുവിന് പകരം നമുക്ക് വാണ്ടഡ് ടു വെച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. എനിക്ക് എന്താണോ പഠിക്കാനുള്ളത്, ഞാൻ എന്താണോ പഠിക്കാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ പഠിക്കാൻ ആഗ്രഹിച്ചത് അല്ലേ? വാണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യം, ആഗ്രഹം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താണോ എനിക്ക് പഠിക്കാൻ എന്താണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഐ എയ്റ്റ്, ഞാൻ കഴിച്ചു. വാട്ട് ഐ വാണ്ടഡ് ടു ഈറ്റ്, എനിക്ക് എന്താണോ കഴിക്കാനുള്ളത് അത് ഞാൻ കഴിച്ചു. ഐ എയ്റ്റ് വാട്ട് ഐ വാണ്ടഡ് ടു ഈറ്റ്, അങ്ങനെ നമുക്ക് പറയാം. ഇനിയില്ലെങ്കിൽ ഐ എയ്റ്റ് വാട്ട് ഐ ഹാവ് ടു ഈറ്റ്, എനിക്ക് എന്താണോ കഴിക്കാനുള്ളത് അത് ഞാൻ കഴിച്ചു. ഐ ഹാവ് ടു ഈറ്റ്, എനിക്ക് എന്താണോ കഴിക്കാനുള്ളത്. വാട്ട് ഐ ഹാവ് ടു ഈറ്റ് കേട്ടോ. ഐ എയ്റ്റ് വാട്ട് ഐ ഹാവ് ടു ഈറ്റ് അല്ലേ? ഐ റോട്ട് വാട്ട് ഐ ഹാവ് ടു റൈറ്റ്, എനിക്ക് എന്താണോ എഴുതാനുള്ളത് അത് ഞാൻ എഴുതി. എനിക്ക് എന്താണോ വായിക്കാനുള്ളത് അത് ഞാൻ വായിച്ചു. അപ്പോൾ എങ്ങനെ പറയാം? ഐ റെഡ് വാട്ട് ഐ ഹാവ് ടു റീഡ്. റീഡ് വായിക്കുക, റീഡിൻ്റെ പാസ്റ്റ് ഫോം വായിച്ചു എന്നാണെങ്കിൽ റെഡ് എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊനൗൺസിയേഷൻ റെഡ് എന്നാണ് കേട്ടോ പറയാം. അപ്പം എങ്ങനെ പറഞ്ഞത്? ഐ റെഡ് വാട്ട് ഐ ഹാവ് ടു റീഡ്. ഐ റെഡ് വാട്ട് ഐ ഹാവ് ടു റീഡ്. ഓക്കെ. ഐ കോൾഡ് വാട്ട് ഐ ഹാവ് ടു കോൾ. ഐ കോൾഡ് വാട്ട് ഐ ഹാവ് ടു കോൾ, എനിക്ക് വിളിക്കാനുള്ളത് ഞാൻ വിളിച്ചു. നമ്മളിപ്പോൾ ചെയ്യാനുള്ളത് ചെയ്തു, പറയാനുള്ളത് പറഞ്ഞു, എടുക്കാനുള്ളത് എടുത്തു, അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇനി എനിക്ക് എടുക്കാനുണ്ടായിരുന്നത് ഞാനങ്ങോട്ട് എടുത്തു, എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാനങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ നമ്മൾ പറയൂലേ? അപ്പം അങ്ങനെ പറയാൻ വേണ്ടി ഇപ്പം നമ്മൾ ഹാവ് ടു പറഞ്ഞെടുത്ത് ഇങ്ങനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെ പറയാം? ഹാഡ് ടു ആക്കി കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാനങ്ങോട്ട് പറഞ്ഞു എന്ന് പറയാനായിട്ട് ഹാഡ് ടു ചേർത്ത് കൊടുക്കുക കേട്ടോ. ഐ സെഡ്, ഞാൻ പറഞ്ഞു. വാട്ട് ഐ ഹാഡ് ടു സേ, എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാനങ്ങോട്ട് പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് മുമ്പെങ്ങോ പറയാനുണ്ടായിരുന്ന സംഭവമാണ്, നമ്മൾ ഇപ്പോഴാണ് അത് പറഞ്ഞത്. അങ്ങനെ ഒരു മീനിങ്ങിൽ നമ്മൾ പറയാറുണ്ടല്ലേ? എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാനായിട്ട് പറഞ്ഞു എന്ന് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഐ സെഡ് വാട്ട് ഐ ഹാഡ് ടു സേ. ഹാഡ് ടു സേ പറയാൻ ഉണ്ടായിരുന്നത്. ഹാഡ് ടു കോൾ വിളിക്കാനുണ്ടായിരുന്നത്.
ഓക്കെ. ഹാഡ് ടു ടേക്ക് എടുക്കാനുണ്ടായിരുന്നത്, ഇങ്ങനെയാണ് മീനിങ് വരിക കേട്ടോ. ഐ ടുക്ക് ഞാൻ എടുത്തു. വാട്ട് ഐ ഹാഡ് ടു ടേക്ക് എനിക്ക് എടുക്കാനുണ്ടായിരുന്നത് ഞാൻ എടുത്തു. ഓക്കെ, മനസ്സിലായോ? കൺഫ്യൂഷൻ ആയില്ലല്ലോ. ഹാവ് ടു ചെയ്യാൻ ഉള്ളത്, ഹാഡ് ടു ചെയ്യാൻ ഉണ്ടായിരുന്നത് കേട്ടോ. ഹാഡ് ഉണ്ടായിരുന്നു, ഹാവ് ഉണ്ട് എന്നാണ് അർത്ഥം വരിക കേട്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേലോ കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹാഡ് ടു ഉണ്ടായിരുന്നു, ഹാവ് ടു ഉണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ മലയാളത്തിലൊരു സെൻറ്റൻസ് പറയാണ്. അതിനെ നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക കേട്ടോ. എനിക്ക് പോവാനുള്ളിടത്തേക്ക് ഞാൻ പോയി. ഇതെങ്ങനെ എഴുതുക, ഇതെങ്ങനെയാണ് പറയാമെന്നുള്ളതൊന്ന് എഴുതിയിട്ട് വിടുക കേട്ടോ. എനിക്ക് പോകാനുള്ളിടത്തേക്ക് ഞാൻ പോയി. നമ്മളിപ്പോൾ പഠിച്ച അതേ രീതിക്ക് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ സെൻഡ് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അപ്പോൾ ഇന്ന് ചെറിയൊരു കുഞ്ഞു ക്ലാസ് ആയിരുന്നു, ചെറിയ ടോപ്പിക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്